ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റാണ്. ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ഈ ഒരു പേജിൽ കൊടുത്തിട്ടുള്ള കൊട്ടേഷനും അതിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ള 2 പിക്ചേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അടങ്ങുന്ന ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അത് നിങ്ങൾ കയറി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. പേജ് നമ്പർ 97 നോക്കാം. ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, കാറ്റ് അല്ലേ. അപ്പം ദ ലാൻഡ് ഓഫ് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഇടം അല്ലെങ്കിൽ കാറ്റിൻ്റെ നാട് എന്നൊക്കെ പറയാം. അതായത് അവിടെ എപ്പോഴും കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാറ്റ് അവിടെ നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും കാറ്റുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത് കാറ്റിൻ്റെ ഇടം ആയിട്ട് കാണുന്നു. സോ അതാണ് ടൈറ്റിൽ. Dorothy, a little girl, lived in a small wooden house with her uncle and aunt. അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചറിൽ ഒരു ഗേളിനെ കാണുന്നുണ്ട് അല്ലേ. അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രം. പേരെന്താണ്? ഡൊറോത്തി എന്നാണ്. ഓക്കെ, a little girl, അവളൊരു ചെറിയ കുട്ടിയാണ്, ചെറിയ പെൺകുട്ടി. അവൾ എവിടെയാണ് ജീവിക്കുന്നത്? lived in a small wooden house with her uncle and aunt. അവൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ഒരു ചെറിയ വുഡൻ ഹൗസിലാണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറിയ, വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, പട്ടികയൊക്കെ വെച്ച് അടിച്ച് അങ്ങനെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. വിത്ത് ഹർ അങ്കിൾ ആൻഡ് ഓണ്ട്, അവളുടെ അങ്കിളിൻ്റെയും ഓണ്ടിൻ്റെയും കൂടെ ആണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. അതായത് അവളുടെ വീട്, ഹൗസ് എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്, എവിടെയാണ് അവളുടെ വീടുള്ളത് എന്ന്. വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. മെഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽത്തകിടി, അതായത് നിറയെ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മെഡോ എന്ന് പറയുക. ആ മെഡോൻ്റെ മിഡിലായിട്ട്, നടുവിലായിട്ടാണ് ഇവളുടെ വീട് ഉള്ളത്. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദെയർ. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റല്ലേ. നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദെയർ, ഒരിക്കലും നിർത്താതെ അവിടെ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. ബ്ലോയിങ് മീൻസ് കാറ്റടിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താണ്? ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദെയർ, അവിടെ ഒരിക്കലും കാറ്റ് ഇങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, അതായത് കാറ്റ് ശക്തിയായിട്ട് അടിക്കുന്ന സമയത്ത്, ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലർ ഓഫ് ദെയർ ഹൗസ്. ഡൊറോത്തീൻ്റെ ഫാമിലി എന്ത് ചെയ്യും? അവരുടെ കുടുംബം വുഡ് ടേക്ക് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ, ടേക്ക് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കും. എവിടെയാണ്? ഇൻ ദ സെല്ലർ ഓഫ് ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ സെല്ലറിൽ. സെല്ലർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലുള്ള അറ, അല്ലെങ്കിൽ നിലവറ എന്നൊക്കെ പറയാം നമുക്ക്. അതായത് വീടിൻ്റെ, അതായത് ഭൂമിയുടെ നിരപ്പിലല്ലാതെ അതിൻ്റെ താഴേക്കൊരു റൂമൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ സെല്ലർ എന്ന് പറയുക. നമുക്കിവിടെ നോർമലി അങ്ങനെ നമ്മളുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ അങ്ങനെ ഇപ്പം ഈ കാറ്റടിക്കുന്ന ഏരിയാസിലൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, സെല്ലർ എന്ന് പറഞ്ഞാൽ ഇതാണ് നിലവറ, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലേക്കുള്ള അറ എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? വളരെയധികം ശക്തമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് അവരുടെ ഫാമിലി എന്ത് ചെയ്യും? ഈ ഒരു സെല്ലറിൻ്റെ ഉള്ളിൽ പോയിട്ട് നിൽക്കും. ഓൺ എ ക്ലൗഡി ഡേ ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹർ പെറ്റ് ഡോഗ് ടോട്ടോ. അപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം അല്ലേ. ക്ലൗഡി ഡേ എന്ന് പറഞ്ഞാൽ മേഘാവൃതമായ ദിവസം, അതായത് ആകാശത്തിൽ നിറയെ മേഘങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു ദിവസം, കാർമേഘങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓൺ എ ക്ലൗഡി ഡേ ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹർ പെറ്റ് ഡോഗ് ടോട്ടോ. അപ്പോൾ ഇങ്ങനെ ആകാശത്ത് നിറയെ കാർമേഘങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു ദിവസം നമ്മളുടെ ഡൊറോത്തി അവളുടെ ഒരു പെറ്റ് ഡോഗ് ഉണ്ട്, വീട്ടിൽ വളർത്തുന്ന ഒരു നായ. അതിൻ്റെ പേരെന്താണ്? ടോട്ടോ എന്നാണ്. അപ്പോൾ ആ ഒരു പെറ്റ് ഡോഗുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. A storm was on its way. Dorothy ran to the cellar. അപ്പം be quick, her uncle cried out. അപ്പോൾ അങ്കിള് പറയാണ്, a storm is on its way. storm എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. അപ്പോൾ കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഡൊറോത്തി റൺ ടു ദ സെല്ലർ. ഡൊറോത്തി വേഗം സെല്ലറിലേക്ക്, അതായത് ഗ്രൗണ്ടിൻ്റെ അടിയിലേക്കുള്ള ആ ഒരു റൂം ഉണ്ടല്ലോ, അവിടേക്ക് വേഗം ഓടിക്കോ, ബി ക്വിക്ക്, വേഗം തന്നെ പോകൂ എന്ന് പറയാണ്. ഹർ അങ്കിൾ ക്രൈഡ് ഔട്ട്, അതായത് അവളുടെ അങ്കിൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ്? കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് വേഗം സെല്ലറിലേക്ക് പോയിക്കോളൂ എന്ന് ഡൊറോത്തിനോട് അവളുടെ അങ്കിൾ ഉറക്കെ വിളിച്ചു പറയാണ്.
ഹി റാൻ ടുവേർഡ്സ് എ സെല്ലർ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, സെല്ലറിലേക്ക് ഓടാണ്. ഓണ്ട് ഫോളോഡ് ഹിം. അപ്പോൾ ഓണ്ടും എന്ത് ചെയ്തു, അങ്കിളിനെ ഫോളോ ചെയ്ത് സെല്ലറിലേക്ക് പോവുകയാണ്. ദൊറോത്തി സ്റ്റോപ്ഡ് പ്ലേയിങ്. അപ്പോൾ ദൊറോത്തി എന്ത് ചെയ്ത്, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവൾ കളി നിർത്തി. കം വിത്ത് മീ ടോട്ടോ ഷീ കോൾഡ് ഔട്ട്. അപ്പം എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ടോട്ടോനെ അവൾ വിളിക്കുകയാണ് സെല്ലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സ്റ്റോം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലേഴ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള സെല്ലേഴ്സ് ഉണ്ടാക്കുന്നത്? അതായത് വീടിൻ്റെ അടിയിലേക്കുള്ള ആ ഒരു സെറ്റപ്പില്ലേ, റൂം, അത് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. അത് ഈ ഒരു നമ്മളുടെ സ്റ്റോറിയുടെ കേസിൽ വരുന്ന സമയത്ത് എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നല്ല കാറ്റ് വരുന്ന സമയത്ത് ഇവർക്ക് ഒരു ഷെൽട്ടറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ സെല്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ രാജ്യത്തും ഓരോ റീസൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കുക. ഇപ്പം നമ്മളുടെ കഥയുടെ പശ്ചാത്തലത്തിൽ ഇവരെന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എപ്പോഴും കാറ്റടിക്കുന്ന ഒരു പ്രദേശമാണിത് അല്ലേ. അപ്പോൾ അവർക്ക് ഇതുപോലെ കൊടുങ്കാറ്റൊക്കെ വരുന്ന സമയത്ത് അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെല്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിൽ ദൊറോത്തി റീച്ച് ദ സെല്ലർ? ദൊറോത്തി ആ ഒരു കൊടുങ്കാറ്റ് വരുന്നതിന് മുന്നേ നമ്മളുടെ സെല്ലറിലേക്ക് എത്തിയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അവളെ കാറ്റ് കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ആണ് ഇവിടെ ചോദ്യം വരുന്നത്. ഇത് കുട്ടികളോട് ചോദിക്കുക, അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൻസർ ചെയ്യട്ടെ. അവരുടെ ക്യൂരിയോസിറ്റി ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് അവരോട് ചോദിക്കാം കേട്ടോ. ഈ ഒരു സെക്ഷൻ്റെ പേരെന്താണ്? ദ സ്റ്റോം. സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, കൊടുങ്കാറ്റ്. ദൊറോത്തി റാൻ ടുവേർഡ്സ് ദ സെല്ലർ. ദൊറോത്തി എന്ത് ചെയ്തു, സെല്ലറിലേക്ക്, അതായത് വീടിൻ്റെ അടിയിലുള്ള ആ ഒരു റൂം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. പക്ഷേ ടോട്ടോ എങ്ങോട്ടാണ് ഓടിയത്? ടോട്ടോ റാൻ ടു ദ ഹൗസ്, വീട്ടിലേക്ക് ഓടി. ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക, ഹിഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചു. അപ്പോൾ നമ്മളുടെ ടോട്ടോ എന്ത് ചെയ്തു, ഒളിച്ചു. എവിടെയാണ്? അണ്ടർ എ കോട്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിൽ, കട്ടിലിൻ്റെ അടിയിലായിട്ട് പോയിട്ട് ഒളിച്ചു. ഓക്കെ. അപ്പോൾ ദൊറോത്തി എങ്ങോട്ടാണ് ഓടിയത്? സെല്ലറിലേക്കാണ്. പക്ഷേ നമ്മളുടെ ടോട്ടോ സെല്ലറിലേക്ക് ഓടേണ്ടതിന് പകരം വീടിനുള്ളിൽ കോട്ടിൻ്റെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിലായിട്ട് പോയിട്ട് ഒളിച്ചു. ഓക്കെ. ടോട്ടോ ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അപ്പം ദൊറോത്തി എന്ത് ചെയ്യാണ്, ടോട്ടോ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഹൗസിൽ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, തിരയുക അല്ലേ. അപ്പോൾ ടോട്ടോനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ദൊറോത്തി. ടോട്ടോ കം ഔട്ട്. ദൊറോത്തി യെൽഡ് ഔട്ട്. അപ്പം ഉറക്കെ വിളിക്കുകയാണ്, ടോട്ടോ കം ഔട്ട്, ടോട്ടോ പുറത്തേക്ക് വരൂ. ദൊറോത്തി യെൽഡ് ഔട്ട് മീൻസ് ഷൗട്ടഡ്, ഉറക്കെ ഇങ്ങനെ പറയുകയാണ്, ഉറക്കെ വിളിക്കുകയാണ്, പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട്. ആരെ? നമ്മളുടെ ടോട്ടോനെ. ദ ഹൗലിംഗ് വിൻഡ് സ്വെപ്റ്റ് ഹെർ വോയിസ് എവേ. ഹൗലിംഗ് മീൻസ് ഭയങ്കരമായ, വിൻഡ് മീൻസ് കാറ്റ്. അപ്പം ശക്തമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് പുറത്തുള്ള സാധനങ്ങളൊക്കെ ആടി ഉലയുന്നുണ്ടാവും, മരങ്ങളൊക്കെ ആടി ഉലയുന്നുണ്ടാവും, ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീഴുന്നുണ്ടാവും, അതിൻ്റെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ശക്തമായിട്ട് കാറ്റടിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു ഭീകരത കൊണ്ട് സ്വെപ്റ്റ് ഹെർ വോയിസ് എവേ, അവളുടെ വോയിസ് അതിലങ്ങ് മാഞ്ഞുപോയി. അപ്പം ഈ കാറ്റിൻ്റെ ശബ്ദം അത്രയും ഭയങ്കരമാണ്. ഓക്കെ. അതുകൊണ്ട് അവളുടെ ശബ്ദം കേൾക്കാതായി പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൂ വൂ വൂ. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. അപ്പോൾ ഈ വൂ 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 എന്നുള്ളത് ഈ കാറ്റിൻ്റെ ശബ്ദമാണ് കേട്ടോ. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. കാറ്റിൻ്റെ ശക്തി കൂടി വന്നു. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ എന്ന് വെച്ചാൽ ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഫെൽ ഡൗൺ, വീണു എന്നുള്ളതാണ്. മരങ്ങളൊക്കെ വീണു, താഴേക്ക് വീണു. ദ ഹൗസ് ബിഗാൻ ടു ഷെയ്ക്ക്. അവരുടെ വീടുണ്ടല്ലോ അത് ഇങ്ങനെ ഇളകാൻ തുടങ്ങി, ഷെയ്ക്കാവാൻ തുടങ്ങി. ഓക്കെ. ദ കപ്സ് ആൻഡ് ദ പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്ഡ് ഡൗൺ. അപ്പം ഈ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ആ ഒരു കബോർഡിൽ വെച്ചിട്ടുള്ള കപ്പുകളും അതേപോലെ പ്ലേറ്റ്സും ഒക്കെ എന്തായിട്ടുണ്ട്, സ്ലിപ്ഡ് ഡൗൺ, അതായത് താഴേക്ക് വീണു. അത് താഴേക്ക് വീഴുന്നതും ഒക്കെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. അപ്പം മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടി അല്ലേ, അതും നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണാടി വോളിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടല്ലേ. ഫെൽ ഡൗൺ, താഴെ വീണു, ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്, കുറേ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിതറിപ്പോയിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? എന്താണ് നമ്മളുടെ വീടിന് സംഭവിക്കുന്നത്? ദൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. ദൊറോത്തി പേടിച്ചു പോയി.
ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ വിൻഡ് ബ്ലൂ? അതായത് കാറ്റടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? അങ്കിള് മോണ്ടും അതേപോലെ ഡൊറോത്തിയും എല്ലാവരും ഓടി സെല്ലറിലേക്ക് പോയി. അതേപോലെ നമ്മളുടെ ടോട്ടോ എന്ത് ചെയ്തു? ഓടി ഒളിച്ചത് എവിടെയാണ്? വീടിൻ്റെ അകത്തുള്ള ഒരു കട്ടിലിൻ്റെ അടിയിലാണ്. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ആ കബോർഡിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളും ഒക്കെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ വോളിലുള്ള മിറർ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. മരങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ട് അല്ലേ, കടപുഴകി വീണിട്ടുണ്ട്. പിന്നെ എന്താ, വീടിന് എന്താണ് ഷെയ്ക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. വീട് എന്താണ് ഇങ്ങനെ ഇളകുന്നുണ്ട് ആ ഒരു കാറ്റിൻ്റെ ശക്തി കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കുട്ടികളോട് ചോദിക്കുക ഈ ഒരു സ്റ്റോറി അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം. അപ്പോൾ അവർ ആൻസർ ചെയ്യട്ടെ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്? എന്തായിരിക്കും ഇനി ഈ വീടിന് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. നെക്സ്റ്റ് പേജ് നോക്കാം. ദ ഫ്ലൈയിങ് ഹൗസ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. വീട് ഇങ്ങനെ പറന്ന് പോവുകയാണ് അല്ലേ, അതാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. ദ സ്റ്റോം റോർഡ്. റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർജിക്കുക, സിംഹങ്ങളൊക്കെയാണ് ഗർജിക്കുക അല്ലേ. അപ്പോൾ ദ സ്റ്റോം റോർഡ്, അതായത് ആ ഒരു കാറ്റിൻ്റെ ശക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാറ്റ് ഗർജിക്കുകയാണ് എന്നാണ് പറയുന്നത്. ക്രീക്ക്, ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു ശബ്ദം, ക്രീക്ക് എന്നൊരു ശബ്ദം കേട്ടു. എന്താണത്? ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ആ ഒരു വീട് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന് പൊന്തി. ഓക്കെ, ഉയർന്ന് പറക്കുകയാണ് ഈ ഒരു വീട്. ഓക്കെ, കാറ്റിൻ്റെ ശക്തി കൊണ്ട്. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഡൊറോത്തി പിന്നെ ടോട്ടോനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. അതേപോലെ നമ്മളെ ടോട്ടോ എവിടെയാണ്? കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലാണുള്ളത്, അത് നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. ആ ഒരു വീട്ടിൽ നിന്ന് ഡൊറോത്തിക്കും അതേപോലെ തന്നെ ടോട്ടോയ്ക്കും പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അവരതിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കാണ്. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഇസ് ഫ്ലൈയിങ്. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ വീട് പറക്കുന്നു. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി പുറത്തേക്ക് നോക്കുകയാണ്. അതാ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പറന്നു പോകുന്ന ആ ഒരു വീട്ടിനുള്ളിൽ നിന്ന് ഡൊറോത്തി ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്തൊക്കെയോ കാണുന്നുണ്ട്, അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഷീ സോ ഫോളൻ ട്രീസ്. അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ വീണ് കിടക്കുന്ന ട്രീസ്, മരങ്ങളല്ലേ, ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം. ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. അതേപോലെ എന്താണ്? പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബ്രിഡ്ജസ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം. താഴെ പാലങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നത് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടോ ബിക്കെയിം അഫ്രെയ്ഡ്. അപ്പോൾ ടോട്ടോ എന്താണ്? പേടിച്ചു, ഭയന്നു. ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദെയർ ഇൻസൈഡ് ദ ഹൗസ്. ടോട്ടോ അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദെയർ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഇൻസൈഡ് ദ ഹൗസ്, വീടിനുള്ളിൽ തന്നെ. We are in danger, dear. Dorothy held Toto in her arms. അപ്പോൾ ഡൊറോത്തി എന്ത് ചെയ്തു? held Toto in her arms. അവളുടെ കൈകളിൽ, held എന്ന് പറഞ്ഞാൽ പിടിച്ചു, അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു. ആരെ? ടോട്ടോനെ. എന്നിട്ട് പറഞ്ഞു വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. അപ്പോൾ ആ ഒരു കാറ്റ് ആ ഒരു വീടിനെ മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്, ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓവർ ദ ഫോളൻ ട്രീസ്. എന്തിൻ്റെയൊക്കെ മുകളിലൂടെയാണ് പോകുന്നത് എന്നാണ് ഇനി പറയുന്നത്. ഓവർ ദ ഫോളൻ ട്രീസ്, വീണ് കിടക്കുന്ന മരങ്ങൾ, അതാണ് ഫോളൻ ട്രീസ്. ഫോളൻ ട്രീസിൻ്റെ മുകളിലൂടെ. പിന്നെ ഓവർ ദ മാർക്കറ്റ്, ചന്ത അല്ലെങ്കിൽ വ്യാപാര സ്ഥലം, അതിൻ്റെയൊക്കെ മുകളിലൂടെ. പിന്നെ ഓവർ ദ സ്ട്രീം, അരുവിയുടെ മുകളിലൂടെ. ഓവർ ദ മൗണ്ടൻസ് പറഞ്ഞാൽ മലകൾ അല്ലേ, മലനിരകളുടെയൊക്കെ മുകളിലൂടെ ഇങ്ങനെ ഈ വീടിനെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ പറത്തിക്കൊണ്ടു പോവാണ്. ഡൊറോത്തി ട്രംബിൾഡ് വിത്ത് ഫിയർ. ട്രംബിൾഡ് മീൻസ് വിറയ്ക്കുക, വിത്ത് ഫിയർ ഭയം കൊണ്ട് ഡൊറോത്തി പേടിച്ച് വിറച്ചു. ഷീ കുഡിൻറ്റ് ഈവൻ ക്രൈ. അവൾക്ക് കരയാൻ പോലും പറ്റുന്നില്ല, പേടിയായിട്ട് കേട്ടോ. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. അവൾക്ക് ആകെ കാണാൻ പറ്റുന്നത് എന്താണ്? ഓൺലി സീ ദ സ്കൈ, ആകാശവും, ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്, കറുത്ത ഇരുണ്ട മേഘങ്ങളും മാത്രമാണ്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. അവൾക്ക് പേടി വന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. അവൾ അവളുടെ കണ്ണുകൾ അടച്ചു. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ഈ പറക്കുന്ന വീട്ടിൽ നിന്ന് ഡൊറോത്തി എന്തൊക്കെയാണ് കണ്ടത്? ഫോളൻ ട്രീസും അതേപോലെ തന്നെ വേറെന്താണ് കണ്ടത്? ബ്രോക്കൺ ആയിട്ടുള്ള ബ്രിഡ്ജസ് അല്ലേ, തകർന്ന് കിടക്കുന്ന പാലങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു വർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ഡൊറോത്തിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കുക, അവർ അവരുടെ
ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പറയട്ടെ കേട്ടോ. വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടോട്ടോ? എന്തായിരിക്കും ഡൊറോത്തിക്കും ടോട്ടോയ്ക്കും സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. കുട്ടികളോട് ചോദിക്കുക, അവർ പറയട്ടെ, ഇമാജിനേഷൻ അനുസരിച്ച് അവർ പറയട്ടെ കേട്ടോ. നെക്സ്റ്റ് പേജ്. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വിചിത്രമായ അല്ലെങ്കിൽ എന്താണ് അപരിചിതമായ ഒരു സ്ഥലം, ഒരു വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ലാൻഡ്. ഓക്കെ. തട്ട് ദ ഹൗസ് ലാൻഡഡ് സംവെയർ. തട്ട് എന്നുള്ളത് ആ ഒരു വീട് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്ത ശബ്ദമാണ്. ദ ഹൗസ് ലാൻഡഡ് സംവെയർ. ഈ ഒരു വീട് പോയിട്ട് എവിടെയോ എത്തി, എവിടെയോ ലാൻഡ് ചെയ്തു. ഡൊറോത്തി ഓപ്പൺഡ് ഹെർ ഐസ്. അപ്പോൾ ഡൊറോത്തി എന്ത് ചെയ്തു? അവളുടെ കണ്ണുകൾ തുറന്നു. ഷീ ലുക്ക്ഡ് ഔട്ട്. അവൾ പുറത്തേക്ക് നോക്കി. ഓ ദ സ്റ്റോം ഹാസ് ഗോൺ. കാറ്റ് പോയിട്ടുണ്ട്. സ്റ്റോം ഹാസ് ഗോൺ. കാറ്റ് അവിടെ ഇല്ല, കാറ്റ് പോയി. ഷീ കെയിം ഔട്ട് വിത്ത് ടോട്ടോ. അവൾ ടോട്ടോയുമായിട്ട് പുറത്തേക്ക് വന്നു. ദ എയർ വാസ് ഫിൽഡ് വിത്ത് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ആ ഒരു പിന്നെ വീട് വന്ന് നിന്നിട്ടുള്ള ആ ഒരു ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡിലെ എയർ എന്ന് പറഞ്ഞാൽ വായു, അന്തരീക്ഷം, വായുവിൻ്റെ വായു എന്താണ്? വാസ് ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ, പൂക്കളുടെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം കൊണ്ട് നിറഞ്ഞതായിരുന്നു, ഫില്ല് ചെയ്തതായിരുന്നു ആ ഒരു സ്ഥലത്തെ എയർ എന്ന് പറയുന്നത്. ബേർഡ്സ് ചിപ്ഡ് മീൻസ് പക്ഷികൾ ശബ്ദമുണ്ടാക്കി എന്നുള്ളതാണ് കേട്ടോ. പക്ഷികളുടെ ശബ്ദത്തിനെയാണ് നമ്മൾ ചിപ്പ് എന്ന് പറയാം. അപ്പോൾ ബേർഡ്സ് ചിപ്ഡ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ ശബ്ദമുണ്ടാക്കി. Where are we now? ഇപ്പം നമ്മൾ എവിടെയാണ്? ഷീ വണ്ടേർഡ്. അവൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്. സ്നിഫ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് ചെയ്യുക, മണത്തു. ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്. ടോട്ടോ ചുറ്റും ഇങ്ങനെ സ്മെല്ല് ചെയ്തു. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്. അപ്പം അവൻ ടോട്ടോ ഡൊറോത്തീനെ നോക്കി. പസിൽഡ് മീൻസ് അന്താളിപ്പോടുകൂടി, ഒരു ഭയത്തോടു കൂടി ഡൊറോത്തീനെ നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദം. അപ്പോൾ ഡൊറോത്തി സോ മീൻസ് കണ്ടു. എന്താ കണ്ടത്? സം സ്ട്രേഞ്ച് പീപ്പിൾ, കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രത്യേകതകളുള്ള ആളുകൾ കമ്മിങ് ടുവേർഡ്സ് ദം, അവരുടെ അടുത്തേക്ക് വരുന്നു. അതാണ് അവൾ കണ്ടത്. ദേ വർ സ്മോളർ ദാൻ ഡൊറോത്തി. അവരെ ഡൊറോത്തിയേക്കാൾ ചെറുതാണ്. ബട്ട് ബിഗർ ദാൻ ടോട്ടോ, പക്ഷേ ടോട്ടോനേക്കാളും വലുതാണ്. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. ടൈനി എന്ന് പറഞ്ഞാൽ ചെറുത്. അവർ തൊപ്പി ധരിച്ചിരുന്നു. ചെറിയ ബെല്ലുകളുള്ള തൊപ്പി ധരിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടോ ബാഗ്ഡ് അറ്റ് ദം. ബാഗ്ഡ് മീൻസ് കുരച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ടോട്ടോ അവർക്ക് നേരെ കുരച്ചു. കാം ഡൗൺ ടോട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. അതായത് പാറ്റഡ് മീൻസ് മെല്ലെ ഇങ്ങനെ ഒന്ന് തലയ്ക്കൊന്നിങ്ങനെ തട്ടിയിട്ട് കാം ഡൗൺ ആവൂ എന്ന് പറയാണ്. അടങ്ങ് എന്ന് പറയാണ്. ആരോട്? നമ്മളുടെ ബാർക്ക് കുരച്ചുകൊണ്ടിരിക്കുന്ന ടോട്ടോനോട്. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്. അപ്പം അവരോട് നമ്മളുടെ ഡൊറോത്തിനോട് ഹായ് പറയാണ്. എന്നിട്ട് വി ആർ മഞ്ച്കിൻസ്, ഞങ്ങൾ മഞ്ച്കിൻസ് ആണ്. മഞ്ച്കിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഉയരം കുറഞ്ഞ ആളുകളാണ് കേട്ടോ. ഡ്വാർഫ് എന്ന് പറയാം. വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ ലാൻഡിലേക്ക് സ്വാഗതം എന്ന് പറയാണ്. വി ആർ സോ ഹാപ്പി ടുഡേ, ഞങ്ങളിന്ന് വളരെ ഹാപ്പിയാണ്. യു സേവ്ഡ് അസ്, നീ ഞങ്ങളെ രക്ഷിച്ചു. ദേ സെറ്റ്, അവർ പറഞ്ഞു. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. ഡൊറോത്തിക്ക് ഒന്നും മനസ്സിലായില്ല, അവരെന്താ പറയുന്നത് മനസ്സിലായില്ല. അപ്പോൾ അവളെന്താണ്? കൺഫ്യൂസ്ഡ് ആണ്. വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്? എന്തുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്? എന്തുകൊണ്ടാണ്? ഡൊറോത്തിയാണ് അവരെ രക്ഷിച്ചത്, ഇന്നവർ ഹാപ്പിയാണെന്നൊക്കെ പറയുന്നു. ആര്? നമ്മളുടെ മഞ്ച്കിൻസ്. അപ്പോൾ അതിൻ്റെ കാരണം അറിയാത്തതുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്. ഓക്കെ. അപ്പോൾ ഇവിടെ വരെയുള്ള ഈ ഒരു സ്റ്റോറിയിൽ ഇപ്പം നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ മഞ്ച്കിൻസ് ആരാണ്? അവരെന്തിനാണ് ഞങ്ങളിന്ന് ഹാപ്പിയാണ്, അതേപോലെ നീയാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്നൊക്കെ ഡൊറോത്തിനോട് പറഞ്ഞത് എന്നറിയാൻ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ? അതേപോലെ ഡൊറോത്തിയും കൺഫ്യൂസ്ഡ് ആണ്, ഇവരെന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ. അപ്പം ഈ കഥ ഇനി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.